ദിവസം റോമാലേഖനത്തെ കുറിച്ചല്ല പഠിച്ചത്, ദൈവവചനത്തെ കുറിച്ച് പൊതുവായിട്ട് പഠിച്ചു. ദൈവവചനത്തിന്റെ നിസ്തുല്യതയെ കുറിച്ച്. ദൈവവചനം ദൈവസ്വാസ്യമാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാണ്. അതുപോലെ ദൈവത്തിന്റെ വചനത്തിൽ ഒരിക്കലും വീഴ്ച സംഭവിക്കുകയില്ല. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അപ്രകാരം ആകാശവും ഭൂമിയും വിഞ്ഞു പോയാലും മാറ്റം വരാത്തതായിട്ടുള്ള ദൈവത്തിന്റെ വചനമാണ്. ഒന്നാമത് പറഞ്ഞത്, ദൈവത്തിന്റെ വചനത്തിന് തെറ്റില്ല, കാലാതീതമായി നിലനിൽക്കുന്നതായിട്ടുള്ള ദൈവത്തിന്റെ വചനം. 1600 വർഷം കൊണ്ട് 40-ലധികം എഴുത്തുകാരാൽ എഴുതപ്പെട്ടു. ഏതാണ്ട് 4000 വർഷങ്ങൾക്ക് അപ്പുറത്ത് എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം ഇതുവരെയും ഒരു മാറ്റവും കൂടാതെ, കാലം മാറും, കോലം മാറും, സാഹചര്യങ്ങൾ മാറും, എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് ഒരു മാറ്റവും വരുന്നില്ല. അത് തെറ്റിപ്പോവുകയില്ല. ആ വചനമാണ്. അതുകൊണ്ട് തന്നെ ആ വചനത്തിന് നമ്മുടെ ജീവിതത്തിന്റെ മേലൊരു അധികാരം. ദൈവം പറഞ്ഞ വാക്കുകളാണ് ഇതിൻ്റെ അകത്ത്. അതുകൊണ്ട് തന്നെ ആ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരു അധികാരമുണ്ട്. അത് കേട്ടാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് നമ്മുടെ മേലൊരു അധികാരമുണ്ട്. അതുകൊണ്ട് ആ വണ്ടി നമ്മൾ വലത്തോട് ഓടിക്കാതെ, വണ്ടി ഇടത്തോട് ഓടിക്കണമെന്നുള്ള ഒരു നിയമം. ആ നിയമം അനുസരിക്കാൻ എല്ലാ ഇന്ത്യൻ പൗരന്മാരും ബാധ്യസ്ഥര. വേറൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ വലത്തോടായിരിക്കും എന്ന് പറഞ്ഞ പോലെ പല നിയമങ്ങളുണ്ട്. അതുപോലെ ദൈവത്തിന്റെ വചനത്തിന്റെ നിയമത്തിന് ഒരു വിശ്വാസിയുടെ മേലൊരു അധികാരം. അതിനെക്കുറിച്ച് നമ്മൾ ആദ്യത്തെ ദിവസം പറഞ്ഞു. ഞാനൊരു റിവിഷൻ പോലെ ഇത് പറയുന്നതിന്റെ കാര്യം കുറച്ചുകൂടെ പ്രത്യേകിച്ച് കുറച്ചുകൂടെ നമ്മളെന്താ പറഞ്ഞെന്നുള്ള ഒരു പിടി കിട്ടാൻ വേണ്ടിയുള്ളത്. രണ്ടാമത് നമ്മുടെ റോമാ ലേഖനത്തെ കുറിച്ച് അന്ന് തന്നെ പറഞ്ഞു. പൗലോസ് അപ്പോസ്തലൻ അതുവരെ റോമയിൽ പോയിട്ടില്ല. എന്നാൽ പോകാൻ വളരെ ആഗ്രഹമുണ്ടായിരുന്നു. റോമ പട്ടണത്തിൽ ധാരാളം ഹൗസ് ചർച്ചസ് ഉണ്ടായിരുന്നു. അവിടെയുള്ള വിശ്വാസികൾക്ക് വേണ്ടി എഴുതിയതായിട്ടുള്ള ലേഖനമാണ്. ലേഖനങ്ങൾ എപ്പോഴും ചിലപ്പോൾ ചോദ്യങ്ങളുടെ മറുപടിയായിട്ടോ ചില സംശയങ്ങളുടെ നിവർത്തിക്കായിട്ടോ അവരെ കറക്റ്റ് ചെയ്യാനായിട്ടോ ഒക്കെ എഴുതുന്നതാണ്. എന്നാൽ ഈ ലേഖനം അങ്ങനെ എഴുതിയല്ല. അവരെ കാണുവാൻ വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതുവരെയും കഴിഞ്ഞില്ല. വന്ന് കാണാം എന്നുള്ളത് അവരെ അറിയിക്കുകയും എന്നാൽ അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ചെയ്യാനായിട്ട് എഴുതിയാണ്. പിന്നെ രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു പൗലോസ് അപ്പോസ്തലന് ഈ ലേഖനം എഴുതുന്നതിന് 3 യോഗ്യത. ഒന്ന്, ദൈവത്തിന്റെ ദാസ്, യേശുക്രിസ്തുവിന്റെ ദാസ്, ദൂലോസ് എന്ന വാക്ക്, അടിമയാണ്. ഞാൻ എൻ്റെ സ്വന്തമല്ല, അതിന്റെ വിലയ്ക്ക് വാങ്ങിയതാണ്. ജീവിക്കുന്നെങ്കിൽ ഞാൻ കർത്താവിനായിട്ട് ജീവിക്കുന്നു, മരിക്കുന്നെങ്കിൽ കർത്താവിനായിട്ട് മരിക്കുന്നു. ജീവിച്ചാലും മരിച്ചാലും ഞാൻ കർത്താവിനുണ്ട്. ഒരു അടിമ ആളെയോ പശുവിനെയോ വീട്ടിൽ വാങ്ങിക്കൊണ്ട് നിർത്തി അതിനെ അറക്കാൻ കൊടുക്കാനോ വളർത്താനോ നമുക്ക് അധികാരമുള്ളതുപോലെ ദൈവം തൻ്റെ പുത്രന്റെ രക്തത്താൽ വിലക്കി വാങ്ങിയ നമ്മുടെ ജീവിതങ്ങളെ അവനിഷ്ടം പോലെ ചെയ്യുവാൻ നമുക്ക് നമ്മുടെ മേൽ അധികാരമുണ്ട്. ഞാനൊരു അടിമയായി ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്ന ബോധ്യം പൗലോസ്. രണ്ടാമത് പറഞ്ഞത്, ഞാൻ ഐക്യപ്പെട്ട അപ്പോസ്തലോസ് ഒരു അധികാര പത്രത്തോടുകൂടി ഐക്യപ്പെട്ട അംബാസിഡർ ഓഫ് ക്രൈസ്റ്റ്, ദൈവത്തിന്റെ കർത്താവിന്റെ സ്ഥാനാപതി, ദൈവത്തോടെ നിലനിൽക്കൊള്ളുവാനെന്ന് ക്രിസ്തുവിന് വേണ്ടി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു എന്ന് കൊല്ലം ലേഖനത്തിൽ പറഞ്ഞു. ക്രിസ്തുവിന്റെ സ്ഥാനാപതിയാണ്, അല്ലെങ്കിൽ അയക്കപ്പെട്ടവനാണ്. അയക്കപ്പെട്ടത് ആരയച്ചു എന്നുള്ളതിന്റെ അധികാരം അയക്കപ്പെട്ട വ്യക്തിക്ക്. മൂന്നാമതായിട്ട് നമ്മൾ പഠിച്ചത്, ഐ എം സെറ്റ് അപ്പാർട്ട് ഫോർ ദി ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിനായിട്ട് വിളിച്ച് വേർതിരിച്ചിട്ടുണ്ട്. ആ പ്രത്യേക ഉദ്ദേശം, പോകാൻ നീ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും മുമ്പില് വഹിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു മാനപാത്രമാണ്. അത് അങ്ങനെ പറയുന്നതാണ്. ആ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇതൊരു കാര്യം കൂടെ പഠിച്ചു, യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് നിർണയിച്ചത് എങ്ങനെയാണ് ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മള് ഗ്രഹാം സീൻസിന്റെ കാര്യമൊക്കെ പറഞ്ഞ് നിർത്തിയത് പാട്ടൊക്കെ പാടിയായിരുന്നു അവസാനം. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതോട് ഇവിടെ ഒരു വാക്യം പ്രത്യേകിച്ചും 5-ാമത്തെ ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്യും.
ജഡം സംബന്ധിച്ച് കർത്താവായ യേശു ക്രിസ്തു ഒരു മനുഷ്യനായിട്ട് ജനിച്ചു. എന്നാൽ ഉയർത്തെഴുന്നേറ്റപ്പോഴാണ് ദൈവപുത്രൻ എന്ന് എന്തുവാ ഒതന്റിക്കേറ്റ് ചെയ്ത് പൂർണ്ണമായും തെളിയിച്ചു. 15-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവരാണ്. ആദ്യ ഫലം, മരിച്ചവരിൽ നിന്നുള്ള ആദ്യ ഫലമായിട്ട് കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഒരു ചോദ്യം ചോദിക്കാം, ലാസർ ഉയർത്തെഴുന്നേറ്റതല്ലേ? നയീൻ പട്ടണത്തിലെ വിധവയുടെ മകനെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു. യായിറോസിന്റെ മകളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പൊ ഈ ഉയർത്തെഴുന്നേൽപ്പൊന്നും അവരൊക്കെ യേശുക്രിസ്തുവിന് മുമ്പ് ഉയർത്തെഴുന്നേറ്റതല്ലേ? പക്ഷെ അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതും അവർ ഉയർത്തെഴുന്നേറ്റതും തമ്മിൽ വേദപുസ്തകം ഒരു ഡിസ്റ്റിങ്ഷൻ, ഒരു വ്യത്യാസം വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മരിച്ചവരിൽ നിന്നുള്ള ആദ്യ ഫലമായി യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്. എങ്ങനെയാ ഉയർത്തെഴുന്നേറ്റ്? റോമാലേഖനത്തിൽ പിന്നെ നമ്മൾ പഠിക്കും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേറ്റു. പോട്ടെ, അത് നമുക്ക് പിന്നെ പഠിക്കാം. ആ ഭാഗം ഇന്ന് നമുക്ക് ചിന്തിക്കാനായിട്ടുള്ള ഭാഗം നമുക്ക് അവിടെ നോക്കാം. ഒമ്പതാമത്തെ വാക്യം തൊട്ട് 17-ാമത്തെ വാക്യം വരെയായിരുന്നു നമ്മൾ പഠിക്കുന്നത്. 1-ാം അധ്യായത്തിന്റെ 9 മുതൽ 17 വരെ നമുക്ക് ചെറുതായിട്ട് എല്ലാവരും ഒന്ന് വായിച്ചാൽ. നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇടപെടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ പ്രവർത്തനത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീയ വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്, അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ പ്രാർത്ഥിക്കും. എന്നാൽ സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികളിലെന്നപോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഭാവിച്ചുവെങ്കിലും ഇതുവരെ മുടക്കം വന്നുവെന്ന് നിങ്ങൾ അറിയാതിരിക്കുന്നതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകും. അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങി. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ ഏവനും അത് രക്ഷയ്ക്കായി ദൈവശക്തി ആകുന്നുവല്ലോ. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടും. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നു. എല്ലാ വാക്യങ്ങളും നമ്മൾ അതുപോലെ ടച്ച് ചെയ്ത് പഠിക്കില്ല. എന്നാൽ അതിൻ്റെ അകത്ത് ചില പ്രത്യേക ചിന്താവിഷയങ്ങളൊക്കെ പ്രത്യേകം ഒന്ന് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് നമ്മൾ പഠിച്ചെടുത്തു എന്നുള്ള ഒരു കാര്യം കൂടി ഞാൻ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട്, ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ അത് 7-8 വാക്യമില്ല. മലയാളം വേദപുസ്തകത്തിലാണെങ്കിൽ റോമർ 1-ാം അധ്യായം അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ 3-ാമത്തെ വാക്യം. യേശുക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ് റോമയിൽ ദൈവത്തിന്റെ പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നു. അപ്പം റോമയിലുള്ളവരെ എങ്ങനെ അഭിസംബോധന ചെയ്തിരിക്കുന്നു, എങ്ങനെ അഡ്രസ് ചെയ്തിരിക്കുന്നത്? വിളിക്കപ്പെട്ട വിശുദ്ധന്മാർ. റോമയിലുള്ള എല്ലാവർക്കും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായ നമ്മളെ വിശുദ്ധന്മാരെന്ന് വിളിക്കാൻ പറ്റുമോ? നമ്മളെ വിശുദ്ധന്മാരെന്ന് സെയിൻസ് എന്നാണ് പറയുന്നത്. നമ്മളെ വിശുദ്ധന്മാരെന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റും. നമ്മളൊരു എക്സസൈസ് നമ്മളെ വിശുദ്ധന്മാരെന്ന് വിളിക്കാൻ പറ്റും. വിശുദ്ധനെന്നും വിശുദ്ധ മതിയെന്നും ഒക്കെ വിളിക്കാൻ പറ്റും. വിളിക്കാം. എന്തുകൊണ്ടാണ് വിളിക്കാൻ പൗലോസ് അപ്പോസ്തലൻ ഇപ്പോൾ
പത്രോസ് രണ്ടാം അധ്യായം 9-ാമത്തെ വാക്യം. നമുക്ക് കാണാതറിയാവുന്ന പലർക്കും കാണാതറിയാവുന്ന വാക്യം. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ പോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകും. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ പോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകും. ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടിട്ടുണ്ടെങ്കിൽ, that means ഞാൻ എന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞിട്ടുണ്ടെങ്കിൽ, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കും. എന്റെ ജീവിതത്തിൽ രക്ഷയുടെ പ്രവർത്തനം നടന്നിട്ടുണ്ടെങ്കിൽ എന്നെ ഒരു വിശുദ്ധനെന്ന് വിളിക്കാം. അതിന്റെ അർത്ഥം എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും, എൻ്റെ എല്ലാ ചിന്തകളും, എൻ്റെ എല്ലാ വാക്കുകളും എപ്പോഴും വിശുദ്ധമായിരിക്കണമെന്നല്ല. രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ആ ഭാഗം പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ രക്ഷയ്ക്ക് 3 സ്റ്റേജസ് ഉണ്ട്. രക്ഷിക്കപ്പെടുന്നതിന് 3 സ്റ്റേജസ് ഉണ്ട്. ഒന്ന് പാസ്റ്റ് ടെൻസ്. ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിന് എൻ്റെ ജീവിതം സമർപ്പിച്ചപ്പോൾ, ഞാൻ എൻ്റെ വിശ്വാസം ഏറ്റുപറഞ്ഞപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടു. എന്നാൽ ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത് പാപമുള്ള ലോകത്തിലാണ്, അതായത് പാപത്തിന്റെ സാന്നിധ്യമുള്ള ലോകത്തിലാണ്. അതുകൊണ്ട് ഞാൻ പാപത്തിൽ വീണു പോകും. അതുകൊണ്ട് ഞാൻ ഈ പാപത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അത് വർത്തമാനകാലം, ഡിസെൻഡൻസ്. എന്നാൽ ഇനി ഞാൻ ഒരിക്കൽ പൂർണ്ണമായും രക്ഷിക്കപ്പെടും. ഈ പാപ ലോകത്തിൽ നിന്ന് എന്നെ പൂർണ്ണമായിട്ടങ്ങ് മാറ്റും. അപ്പം രക്ഷയ്ക്കൊരു ഭൂതകാലമുണ്ട്, രക്ഷയ്ക്കൊരു വർത്തമാനകാലമുണ്ട്, രക്ഷയ്ക്കൊരു ഭാവി കാലമുണ്ട്. രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പൂർണ്ണമായും ഈ ലോകത്തിൽ നിന്ന്, പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് ഞാൻ രക്ഷിക്കപ്പെടും. അതുകൊണ്ടാണ് പത്രോസ് ചിലപ്പോൾ പറയുന്നത് വിശ്വാസത്തിന്റെ അന്ധമായ ആത്മരക്ഷ. രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച് ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ എൻ്റെ ആത്മാവിന് രക്ഷ കൈവന്നു. പക്ഷെ ശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. ശരീരം വീണ്ടെടുക്കപ്പെടുന്നത് കർത്താവിന്റെ 2ാമത്തെ വരവിക്കൽ മാത്രം. അവനെ നാം താണിരിക്കും പോലെ തന്നെ കാണുന്നതുകൊണ്ട് അവന്റെ രൂപത്തോടെ നാം അനുരൂപരായിട്ട് രൂപാന്തരപ്പെടും. നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. അന്ന് മാത്രമേ ഞാൻ പാപത്തിൽ നിന്ന് പൂർണ്ണമായി വിടുവിക്കപ്പെടുന്നു. എന്നാൽ ഞാൻ when I signed the document, ഞാൻ ഈ രക്ഷയിലേക്ക് പ്രവേശിച്ചപ്പോൾ, ഞാൻ ഒപ്പിട്ടപ്പോൾ, അതായത് ഞാൻ എൻ്റെ ജീവിതത്തെ കർത്താവിനായിട്ട് സമർപ്പിച്ചപ്പോൾ, വാമോട്ട് ഏറ്റു പറഞ്ഞപ്പോൾ, ഹൃദയത്തിൽ ഞാൻ വിശ്വസിച്ചപ്പോൾ, ഞാൻ പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു. ഞാൻ എൻ്റെ കർത്താവിനോട് എൻ്റെ പാപം ഏറ്റു പറഞ്ഞപ്പോൾ അവൻ്റെ സകല പാപവും പോയി എന്നെ ശുദ്ധീകരിച്ചു. എന്നാൽ പിന്നെ ഞാൻ ജീവിക്കുന്നത് ഈ ലോകത്തിൽ, പാപലോകം. നമ്മളൊരു, ഞാൻ ചിലപ്പം പറഞ്ഞൊരു ഉദാഹരണങ്ങൾ പൂർണ്ണമായും ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്, ഒരു കാറ് വാങ്ങിച്ചു. കാറ് ഭംഗിയായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു ചെടി ഒരു കഴിപ്പൊന്നും ഇല്ലാത്ത വാങ്ങി. അത് പൊതിഞ്ഞ് കെട്ടി തലയെ വെച്ചുകൊണ്ട് നമുക്ക് വീട്ടിൽ വരാൻ പറ്റത്തില്ല. നമ്മൾ എവിടെ കൂടെ ഈ റോഡിൽ കൂടെ ഓടിച്ചോണ്ട് വരുന്ന ഈ ഓടി വരുന്നതൊക്കെ എന്താ പറയുന്നത്, അതൊക്കെ ഈ വണ്ടിയില് പറ്റും. നമ്മളെന്തോ കൊടുക്കും, അത് കഴുകും, പിന്നെ പോയി കഴുകും, സർവീസ് ചെയ്യും, പിന്നെ നമുക്ക് ഒന്നി കെട്ടി വെക്കുകയല്ല, പിന്നെ ഓടേണ്ടത് എവിടെ കൂടാ, ഈ റോഡിൽ കൂടെ. പക്ഷെ ഒരു ദിവസം പൂർണ്ണമായി അത് മാറ്റപ്പെടുകയാണെങ്കിൽ
വേറെ വെള്ളം ചെളി ഒന്നുമില്ലാത്തൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകപ്പെടുകയാണ്, പിന്നെ അത് ചെളി പറ്റുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഓടേണ്ടത് ഈ പാപത്തിന്റെ സാന്നിധ്യമുള്ള ലോകത്തിൽ, പ്രസൻസ് ഓഫ് സിൻ ലോകം. രക്ഷിക്കപ്പെട്ടു എന്നൊരു ഭൂതകാലം ഞാൻ കർത്താവിന്റെ ജീവിതം സമർപ്പിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്നെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തന്നുകൊണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതമാക്കി. അത് വേറൊരു വലിയ ക്രിസ്തീയ ഇപ്പൊ പുരോഹിതന്, ഞാൻ എന്നെ പുരോഹിതനെന്ന് വിളിക്കാം. പുരോഹിതന്റെ ജോലിയില്ല. പുരോഹിതന്റെ ജോലി പഴയ നിയമത്തിൽ യാഗം അർപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളോ ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടും. നമ്മളെല്ലാവരും പുരോഹിതന്മാർ. പക്ഷെ ഞങ്ങളെയൊക്കെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എന്ന് പറഞ്ഞാൽ പ്രത്യേക ശുശ്രൂഷകർക്കായിട്ട് നിയോഗിക്കപ്പെട്ടവരെന്നേ ഉള്ളൂ. പക്ഷെ എല്ലാ വിശ്വാസികളും പുരോഹിതന്മാർ. പഴയ കാലത്ത് പുരോഹിതന് മാത്രമേ വിശുദ്ധ സ്ഥലത്തേക്ക് പോകാൻ പറ്റത്തുള്ളായിരുന്നു. യാഗം അർപ്പിക്കാൻ പുരോഹിതന് മാത്രമേ കഴിയത്തുള്ളായിരുന്നു. ഇന്ന് കർത്താവായ യേശുക്രിസ്തു ഒരിക്കലായിട്ട് എല്ലാവർക്കും വേണ്ടി യാഗമായി തീർന്നപ്പം നമ്മളെല്ലാവരും പുരോഹിതന്മാരായി. അതുകൊണ്ട് നേരെ കൃപാസനത്തിന് മുന്നിലേക്ക് ചെല്ലാൻ യോഗ്യത. എവിടെ ഇരുന്ന് വേണമെങ്കിലും പ്രാർത്ഥിക്കാം. ഒരു നിലവറയുടെ കുഴിയിലിരുന്നാണെങ്കിലും, ഒരു കൊട്ടാരത്തിലിരുന്നാണെങ്കിലും, വണ്ടിയിലിരുന്നാണെങ്കിലും, എവിടെ ഇരുന്നാണെങ്കിലും പ്രാർത്ഥിക്കാം. ഞാനൊരു പുരോഹിതനാണ്. ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനുള്ള അധികാരവും അവകാശവും ദൈവം എനിക്ക് കാണും. ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയാണ് വിശുദ്ധർ എന്ന് വിളിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം നമ്മളൊക്കെ വിശുദ്ധരും വിശുദ്ധമതികളുമാണ്. പക്ഷെ നാം ഈ പാപലോകത്തിലാണ്. ജോബിച്ചർ പറഞ്ഞ കാര്യങ്ങൾ അവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്. പാപലോകത്തിലാണ് ജീവിക്കുന്നത്. എന്നിരുന്നാലും അതുകൊണ്ട് കർത്താവ് ശിഷ്യന്മാരുടെ കാലുകളെ കഴിയുമ്പോൾ പത്രോസിന്റെ അടുത്ത് വന്നപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവ് ഇങ്ങനെ കഴിയുന്നു. അമ്മ പറഞ്ഞു, ഞാൻ നിന്നെ കഴിയില്ല, എന്നൊക്കെ എന്നോട് പങ്കുപോകരിക്കുന്നു. അപ്പം പറഞ്ഞ എന്നെ അവൻ മുഴുവനും കഴിയുന്നു. അന്നെ പറഞ്ഞ കുളിച്ചിരിക്കുന്നവനെ കയ്യും കാലം കഴിയുക. നമ്മൾ ഒരിക്കൽ കുളിച്ചു, കുഞ്ഞാണ്ടിൽ രക്തത്താണ് ഒരിക്കൽ കുളിച്ചു. പക്ഷെ എന്ന് കയ്യും കാലം കഴിയുന്ന കാര്യം വണ്ടി ഓടുന്നത് ഈ റോഡിൽ കൂടെ എല്ലാ ദിവസവും കയ്യും കാലം കഴിയും. കർത്താവ് ഈ കയ്യെ ചെളി പറ്റിയിട്ടുണ്ട്, ഈ കാലെ ചെളി പറ്റിയിട്ടുണ്ട്, ഈ ഹൃദയത്തിൽ ചെളി പറ്റിയിട്ടുണ്ട്, എന്നെ കഴിയണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയുള്ള നമ്മെ മാത്രമേ വിശുദ്ധരെന്ന് വിളിക്കാനായിട്ട് പറ്റത്തുള്ളൂ. പോട്ടെ, നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് പ്രത്യേകിച്ച് പ്രവേശിക്കാൻ ഞാൻ അത് പറഞ്ഞിട്ടുള്ളൂ. മറ്റൊരു കാര്യം ഇവിടെ ഓർപ്പിക്കാനായിട്ടുള്ളത്, പൗലോസ് അപ്പോസ്തലൻ ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അടുക്കൽ വരാൻ വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നു. 9-ാമത്തെ വാക്യം, ഞാൻ ഇടപെടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് നിങ്ങളുടെ അടുക്കൽ വരാൻ വളരെ ആഗ്രഹം. അത് സാധിക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് നമുക്ക് ഓർക്കാൻ കഴിയുന്ന വലിയ സുവിശേഷകനാണ്. ഞാൻ ആദ്യ ദിവസം തന്നെ പറഞ്ഞല്ലോ, യൂറോപ്പിലേക്ക് സുവിശേഷം എത്തിച്ചത്, മെഡിറ്ററേനിയൻ വേൾഡ്, സ്പെയിന്, ഇറ്റലി, ടർക്കി എല്ലാം സുവിശേഷം പ്രസംഗിച്ച വ്യക്തി പൗലോസ്. പക്ഷെ പൗലോസിന്റെ ജീവിതത്തിൽ എഫേസ്യ ലേഖനം 1-ാം അധ്യായം ഉണ്ട്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 16-19 വാക്യം നോക്കി. നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്നും
അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുള്ള അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. എന്തെല്ലോ കാര്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. അവന്റെ വിളിയാലുള്ള ആശ നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനുവേണ്ടി എല്ലാം പ്രാർത്ഥിക്കണം. ഇത്ര ഓടി നടന്ന് പ്രവർത്തിക്കുന്ന പുള്ളിക്ക് പ്രാർത്ഥിക്കാന് ഇഷ്ടം പോലെ വിഷയവും ഉണ്ടായിരുന്ന സമയവും. 6-ാം അധ്യായത്തിൽ എഫെസ്യർ 6-ാം അധ്യായത്തിലെ പൗലോസ് പ്രാർത്ഥനയെ കുറിച്ച് പറയുക. 6-ാം അധ്യായത്തിന് 18-ാമത്തെ പറഞ്ഞ് സകല പ്രാർത്ഥനയാലും യാതനയാലും എഫെസ്യർ 6-201-ാമത്തെ ആത്മാവിൽ പ്രാർത്ഥിച്ചു അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കും. എഫെസ്യർ 6-18-19-20 ഒക്കെ പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിക്കും. പിന്നെ ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയുവാൻ എന്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിക്കും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ സകല പ്രാർത്ഥനയാണ് ഏത് നേരത്തും പ്രാർത്ഥിക്കണം. പൗലോസ് വളരെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വ്യക്തികളെല്ലാം പ്രാർത്ഥിക്കുക. പോട്ടെ, ദൈവത്തിന്റെ പുത്രനായ കർത്താവായ യേശുക്രിസ്തു എന്ത് പ്രാർത്ഥിച്ചു. അതുകാലത്ത് ഇരുട്ടുള്ളപ്പോൾ അവനൊരു നിർജ്ജന സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു. അധികാലത്ത് അപ്പോൾ ഒരു വെളുപ്പിന് 4 മണിക്കൊക്കെ കർത്താവ് എഴുന്നേറ്റ് തലേദിവസത്തെ മുഴുവൻ ശുശ്രൂഷയും കഴിഞ്ഞ് രാത്രി വന്ന് കിടന്നേറ്റ് ശിഷ്യന്മാരെല്ലാം എഴുന്നേൽക്കുന്നതിന് മുമ്പ് കർത്താവ് ഒരു സ്ഥലത്ത് വേറിട്ട് പോയി പ്രാർത്ഥിച്ചു. ഗെത്സമനെ തോട്ടത്തിലെന്തോ പ്രാർത്ഥന. എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, അവന് കണ്ണുനീരോട് അഭയാതന കഴിച്ചെന്ന് വായിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ പുത്രന് പ്രാർത്ഥിക്കണമായിരുന്നു. പിന്നെ യോഹന്നാൻ വലിയൊരു പ്രാർത്ഥനാ മനുഷ്യനാണ്. യോഹന്നാൻ സ്നാപകൻ. കാര്യം ശിഷ്യന്മാർ വന്നിട്ട് കർത്താവിനോട് പറയുന്നുണ്ട്, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. അന്നേരം ഏത് പ്രാർത്ഥന പഠിപ്പിക്കുക? സ്വർഗ്ഗസ്നായ പിതാവേ. യോഹന്നാൻ ആരായിരുന്നു? യോഹന്നാൻ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു വെക്കുക. കർത്താവായ യേശുക്രിസ്തുവിന് വഴിയൊരുക്കിയ വ്യക്തിയാണ് യോഹന്നാൻ. വളരെ വലിയ ശുശ്രൂഷകൾ ചെയ്ത വ്യക്തിയായിരുന്നു യോഹന്നാൻ. കർത്താവ് പ്രാർത്ഥിച്ചു, യോഹന്നാൻ സ്നാപകൻ പ്രാർത്ഥിച്ചു. ഇവിടെയാണ് അപ്പോസ്തലനായ പൗലോസും എത്രമാത്രം പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൂടുതലാണ്. How much we pray. നമ്മൾ എന്നും വേണ്ട പ്രാർത്ഥിക്കുന്നു. 2 നേരം കഴിക്കാനുള്ള വളരെ പ്രാർത്ഥന വളരെ കുറവാണ്. ഈ ലോകത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ജീവിക്കണമെങ്കിൽ വളരെ പ്രാർത്ഥന വളരെ ഏത് നേരത്തും പ്രാർത്ഥിക്കുക. ആത്മാവിൽ പ്രാർത്ഥിക്കുക. ഇടവിടാതെ പ്രാർത്ഥിക്കുക. എല്ലാത്തിനും സ്തോത്രം ചെയ്യുക. ഇടവിടാതെ പ്രാർത്ഥിക്കുക. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവം. Pray without ceasing. ഒരു ഇടതടവില്ലാതെ പ്രാർത്ഥിക്കാനായി. പ്രാർത്ഥന എന്ന് പറയുന്നത് ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന പോലെ. ശ്വാസോച്ഛ്വാസം ഇല്ലാതെ ജീവിക്കാൻ പറ്റും. Prayerless Christian is a powerless Christian. Prayerful Christian is a powerful Christian. പ്രാർത്ഥനയാണ് ഒരു കുടുംബം ഒന്നിച്ച് ജീവിക്കണമെങ്കിൽ. ഇംഗ്ലീഷിൽ ഇങ്ങനെ ചൊല്ലുന്നുണ്ട്, ഫാമിലി ദാറ്റ് സ്റ്റേസ് ടുഗദർ പ്രൈസ് ടുഗദർ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ചിലത് പിള്ളേർ എതുവരെയും പോകാൻ പറഞ്ഞ പോലെ കാര്യമുണ്ട്. കുടുംബ പ്രാർത്ഥന സമയം കർത്താവ് പ്രാർത്ഥിച്ച പോലെ അങ്ങനെയാണ് അധികാരത്തിൽ അത് നമസ്കാര സമയങ്ങളൊക്കെ. പക്ഷെ ഇപ്പൊ ദാവീദ് പറയുന്നത്, ഞാൻ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ചില്ല. അത് ഓരോ പാറ്റേൺ വെച്ചിരിക്കുക. ഓരോ പ്രാർത്ഥിക്കാൻ വേണ്ടി
ദാവീദ് പറയുന്നുണ്ട്, ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും, ഞാൻ രാത്രിയിൽ നിന്നെ ഓർക്കും, ഇല്ലേ, രാത്രിയിൽ നിന്നെ ധ്യാനിക്കുന്നു, രാത്രിയിൽ നീ എന്നെ പഠിപ്പിക്കുന്നത് പറയാം. എന്നെക്കുറിച്ച് പറയുന്നത് നൈറ്റ് സ്കൂൾ ഓഫ് ഗോഡ് എന്ന ദൈവത്തിന്റെ രാത്രിയിലെ പഠനം. ദൈവം രാത്രിയിൽ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കും. എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥന പലതുണ്ട്. കോർപ്പറേറ്റ് പ്രയർ, ഒരുമിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, പക്ഷെ പേഴ്സണൽ പ്രയർ, ഇൻഡിവിജ്വൽ പ്രയർ, അത് വേണം. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരുന്നാൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. എത്ര പ്രാർത്ഥിച്ചു? ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രസംഗകരും ഏറ്റവും വലിയ ആളുകളും ഒക്കെ ധാരാളം പ്രാർത്ഥിക്കുന്നു. ബില്ലി ഗ്രഹാമിനെ കുറിച്ച് പറയും. ബില്ലി ഗ്രഹാമിന്റെ പ്രസംഗം എന്ന് പറയുന്നത് വലിയ ഗംഭീര പ്രസംഗമുണ്ട്. ഒരു സാധാരണ സിമ്പിൾ മെസ്സേജ്. ഞാൻ 1-2 പ്രാവശ്യം, ഒന്ന് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ, കൊച്ചു പയ്യനായിരുന്നപ്പോൾ കോട്ടയത്ത് വന്ന് കണ്ട ഒരു പിന്നെ ഒരിക്കലെങ്ങാണ്ട് കണ്ടോന്ന് അറിയും. ഒരിക്കലും ഏതോ ഒരു അവിടെ പോയി കണ്ടു. പുള്ളി ഉപയോഗിച്ചിരുന്ന കാറ്, പുള്ളി ഉപയോഗിച്ചിരുന്ന സൈക്കിൾ എല്ലാം എപ്പോഴും ആ രഹസ്യത്തിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. രഹസ്യത്തിൽ കാണുന്ന അത് മറ്റല്ല. അത് കർത്താവ് പറഞ്ഞത് പരീക്ഷന്മാര് പ്രാർത്ഥിക്കുന്ന പോലെ അവര് തെരുക്കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടും. എന്റെ പ്രാർത്ഥന എല്ലാവരും ഒന്ന് കണ്ടോട്ട് കേട്ടോട്ട് അങ്ങനെ പ്രാർത്ഥിക്കരുതെന്നാണ്. അങ്ങനെയുള്ള പ്രാർത്ഥന ഇപ്പം കൺവെൻഷനുകളിലും പൊതു മീറ്റിങ്ങുകളിലും നടത്തുന്നത്. അങ്ങനെയുള്ള പ്രാർത്ഥനയില്ല. ഇപ്പൊ നമ്മൾ കൺവെൻഷൻ നടത്തുന്നു, അവിടെ ഉറങ്ങിയല്ലേ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അത് പലപ്പോഴും പരിശുദ്ധാത്മ പ്രാർത്ഥന ഒരു കാര്യത്തിനുള്ളൂ. ഈ പ്രാർത്ഥന കേൾക്കുന്നതാരോ ദൈവം. ആ ദൈവം ആരാ? ഹൃദയങ്ങളെ ശോധന, അന്തരീന്ദ്രങ്ങളെ ശോധന. ഞാൻ അവൻ വലക്കൊണ്ട് കയറി പ്രാർത്ഥിച്ചാലും അവയ്ക്കകത്തിരുന്ന് പ്രാർത്ഥിച്ചാലും എന്റെ ഹൃദയം അറിയുന്ന ഒരു ദൈവം. അവനവന് അതിന് തക്ക പ്രതിഫലം. നമ്മള് അതിൽ കണ്ടൊന്നും മുഷിയേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു യോഗത്തിന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കും. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അത് ആളുകളെ ഇംപ്രസ് ചെയ്യാനല്ല, ദൈവം എന്നിൽ പ്രസാദിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞ ഒരു പ്രധാന കാര്യം, പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ് നമ്മൾ മാറ്റി. വളരെ മില്ലിഗ്രാമിന് പുറകിൽ പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേര്, അനേകം മില്ലിഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ ജോൺ വെസ്ലി ആണോ സ്പർജനാണ്. സ്പർജന് പ്രസംഗിക്കുന്നതിന് മുമ്പ് പ്ലാറ്റ്ഫോമിന്റെ അടിയിൽ ഒരു വലിയ ആറം വരുമ്പോൾ അവിടെ അനേകം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ നവംബർ 30 യുണൈറ്റഡ് ക്രിസ്ത്യൻ പ്രയർ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. ഈ നവംബർ 30 ശനിയാഴ്ച, ഈ വരുന്ന ശനിയാഴ്ച കേരളത്തിലും കത്തോലിക്കരും പിന്നെ പ്രൊട്ടസ്റ്റന്റ്സും പെന്തക്കോസ്റ്റൽസും എല്ലാം കൂടെ ചേർന്നൊരു പ്രാർത്ഥന, യുണൈറ്റഡ് ക്രിസ്ത്യൻ പ്രയർ മൂവ്മെന്റ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ സമയം എടുക്കുന്നുണ്ട്. ഫേസ്ബുക്കിലൊക്കെ ഒരു പക്ഷേ പ്രാർത്ഥിക്കലായിരുന്നു. ഈ നവംബർ 30 ഒരു കാര്യം നമ്മൾ വളരെ പ്രാർത്ഥിക്കും. ഒരു ദിവസം ആരംഭിക്കുന്നത് മോർണിംഗ് ഈസ് ദ ഡോർ ഓഫ് ദ ഡേ. ഇറ്റ് ഈസ് ഗുഡ് ടു വാച്ച് ഇറ്റ് വിത്ത് പ്രയർ. രാവിലെ എന്ന് പറയുന്ന പ്രഭാതം എന്ന് പറയുന്ന ഒരു ദിവസത്തിന്റെ വാതിൽ, ആ വാതിൽ കാവൽ ചെയ്യുന്ന ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കും. പ്രാർത്ഥന വളരെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കർത്താവ് ഞാൻ ഇടപെടുന്ന രംഗങ്ങളിൽ സംസാരിക്കാൻ പോകുന്നിടത്ത് ഒക്കെ എന്റെ വായിക്കൊരു കാവൽ നിർത്തി എന്റെ അതിർവാരം ആക്കേണം. എന്റെ വായിലെ വാക്കുകളും Lord of the day, it is good to guard it with prayer. Morning is the Lord of the day, it is good to guard it with prayer. It is good to guard it with prayer. അതുകൊണ്ട് ഞാൻ പറയാൻ വന്ന ഒരു പ്രധാന കാര്യം അതാണ്. വളരെ നമ്മൾ ഈ കാലങ്ങളിൽ പ്രാർത്ഥിക്കും, നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഒരു ഇലക്ഷൻ നടക്കും. ഇന്ന് മധ്യപ്രദേശിലൊക്കെ ഇലക്ഷൻ ആയിരുന്നു. ഇന്നലെ ഛത്തീസ്ഗഡിൽ ഇലക്ഷൻ നടക്കും. ഡൽഹിയിൽ ഇലക്ഷൻ വരാൻ പോകും. പിന്നെ ഇന്ത്യൻ പാർലമെന്റ് ഇലക്ഷൻ 2014 മെയ് മാസം മുമ്പ് നടക്കും. നമ്മൾ ഇതിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും. നമ്മൾ പ്രാർത്ഥിക്കാത്തല്ല, സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് രണ്ട്
1 തിമോത്തിയാണ് തിമോത്തിയോസ് 2-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വാക്യം. 1 തിമോത്തി 215-ാമത്തെ പേജ്. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ധനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണമെന്ന് അപ്പൊ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് കേട്ടോ. എല്ലാവർക്കും 1 തിമോത്തിയോസ് 2 എല്ലാ അധികാരസ്ഥന്മാർക്കും വേണ്ടി. ഇവിടെ വില്ലേജ് ഓഫീസിലെ പ്യൂണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞത് ഈ കർത്താവ് ഞങ്ങൾ ആറന്മുള വില്ലേജ് ഓഫീസിലെ എല്ലാവർക്കും വേണ്ടി പറഞ്ഞാൽ പ്രാർത്ഥിക്കുക. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും മന്ത്രിമാർക്കും MLA-ക്കും MP-മാർക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ പാർട്ടിയൊന്നും മാറില്ല. അവർ ദൈവത്തെ ഭയപ്പെട്ടാൽ മാത്രമല്ല. ദൈവത്തെ മുൻനിർത്തി ദൈവത്തെ ഭയപ്പെട്ട് പ്രവർത്തിച്ചാൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ രാജ്യം അനുഗ്രഹിക്കും. ഈ അമേരിക്കയെ കുറിച്ച് പറയുന്നത്, അമേരിക്കയിൽ ഒത്തിരി വർഷത്തും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരു വലിയ സമൂഹം അവിടെ ഉള്ളതുകൊണ്ട് ഇന്നും ആ രാജ്യം അനുഗ്രഹിക്കും. ഇംഗ്ലണ്ടൊക്കെ പോയി പക്ഷെ അമേരിക്കയിൽ ഇന്നും പ്രാർത്ഥിക്കുന്ന ഒരു വലിയ സമൂഹം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ മെത്രാപ്പൊലീത്തായ്ക്കും എപ്പിസ്കോപ്പമാർക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. അവരുമൊക്കെ മനുഷ്യരാണ്. അവർ നേരെ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. നമ്മുടെ പള്ളിയിലെ പട്ടക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുവിശേഷകർക്ക് ചുറ്റുപാടുള്ള അയൽക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ നമ്മളെ പ്രാർത്ഥിക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കും. പ്രത്യേകിച്ച് ഒരാളിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ഭാരമുണ്ടെങ്കിൽ നമ്മളവരെ വിമർശിക്കും. ആളുകൾ അങ്ങനെ ചെയ്യുന്നു, ഇയാളിങ്ങനെ ചെയ്യുന്നു, അങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നതൊക്കെ. പക്ഷെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ ഇച്ചിരി സമയം എടുക്കുന്നു. ശമൂവേൽ പ്രവാചകൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരരുത്. അപ്പൊ പ്രാർത്ഥിക്കാതിരിക്കുന്നത് എന്തുമായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്? ഒരു പാപമായിട്ടാണ്. അത് മനുഷ്യന്റെ ഒരു സ്വാർത്ഥതയുടെ ഒരു തീർച്ചയായിട്ടും. പിന്നെ നമ്മളായിരിക്കുന്ന സ്ഥലത്ത് വേണ്ടി നമ്മൾ ഇത്തിരി കൂടുതൽ പ്രാർത്ഥിക്കും. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവേ, സകല സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്നു. എന്തോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് സ്പെസിഫിക് പ്രയർ ഉണ്ട്, പബ്ലിക് പ്രയർ, ഇങ്ങനെയുള്ള പൊതുവായിട്ടുള്ള പ്രാർത്ഥനയുണ്ട്. ഇതിനെല്ലാം പിന്നിൽ നമ്മുടെ മനോഭാവം അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം കടന്നു നോക്കി ഓരോരുത്തർക്കും കൊടുക്കേണ്ടി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആത്മാർത്ഥതയോടങ്ങ്. ഞങ്ങളുടെ ഒരു അച്ഛൻ പണ്ട് പറയുവാനും, പിന്നെ രാജ്യം മുഴുവൻ റബ്ബർ ഷീറ്റ് ഇട്ടിട്ട് ഇറങ്ങി നടക്കാമെന്ന് വെച്ചാൽ നമ്മുടെ ആയുസിൽ ഇറങ്ങി നടക്കാൻ പറ്റും. അതേ സമയത്ത് നമ്മുടെ കാലിൽ ഒരു കഷ്ണം റബ്ബർ ഷീറ്റ് അതിന് 2 വള്ളിയും ഉണ്ടെങ്കിൽ നമ്മൾ പോകുന്നിടത്തെല്ലാം റബ്ബർ ഷീറ്റ് ഉണ്ടായിക്കോളും. ഇവിടെ എല്ലാം ചള്ളയാ, ഇവിടെ എല്ലാം റബ്ബർ ഷീറ്റ് വിളിച്ചിട്ട് ഞാൻ ഇറങ്ങി നടക്കുമെന്ന് പറഞ്ഞാൽ ആയുസിൽ നമുക്ക് വീടിന് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റും. നമ്മളെല്ലാവരും ഗുണപ്പെടണമെന്ന് പറയും. ഇവര് നന്നാണ്. എൻ്റെ കാലിൽ ഒരു റബ്ബർ ഷീറ്റ് ഉണ്ടെങ്കിൽ ഞാൻ പോകുന്നിടത്ത് 2 വള്ളി ഉണ്ടെങ്കിൽ അതെൻ്റെ കാലം കിടക്കും. നമ്മൾ ദൈവം നമ്മളുടെ ഒരു തന്നെ നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞത് അങ്ങനെ ചെയ്താൽ അത് വളരെ നന്മയായിട്ട് സമൂഹത്തിലൊരു മാറ്റം ഉണ്ടാകും. ഞാനൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ നടന്നത് 2009 ഇല്ലേ? 2009. അതിന് തൊട്ട് മുമ്പ് നടന്നത് 2005 ഇല്ലേ? 2004 മെയ്. അതിന് തൊട്ട് മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി.
വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്നു കഴിഞ്ഞിട്ട് ഇന്ത്യ ഷൈനിങ് എന്നുള്ളതായിരുന്നു നമ്മുടെ മുദ്ര. നമ്മളൊക്കെ ഓർക്കുന്നുണ്ട് ഇന്ത്യ ഷൈനിങ്. അന്ന് ഒത്തിരി ക്രിസ്ത്യൻ പീഡനം നടന്ന ഒരു 2004 മുമ്പുള്ള ഗ്രഹാം സ്റ്റെയിൻസ് മരിക്കുന്നത് 99 ജനുവരി 26 ഗ്രഹാം സ്റ്റെയിൻസിന് ശേഷം ഇങ്ങോട്ടുള്ള 5 വർഷം വാജ്പേയിയുടെ ഗവൺമെന്റിന്റെ അടിയിൽ ആ കാലത്ത് ഭയങ്കര ക്രിസ്ത്യൻ പീഡനം നടന്നു. വീണ്ടും BJP തന്നെ അധികാരത്തിൽ വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇന്ത്യ ഷൈനിങ്, ഇന്ത്യ ഗ്ലിറ്ററിങ് എന്നൊക്കെയായിരുന്നു. പക്ഷേ ഇലക്ഷൻ വന്നപ്പോൾ കഥ മാറി. പ്രാർത്ഥനയാണ് ഇതിന്റെ പിന്നിലെ ഒരു പ്രയർ ബ്രിങ്സ് ചേഞ്ച്. പ്രാർത്ഥന മാറ്റങ്ങൾ ഉള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ, രാജ്യത്ത് മാത്രമല്ല കുടുംബ ജീവിതത്തിൽ പോലും. ആത്മാർത്ഥമായിട്ട് ഭാര്യയും ഭർത്താവും പ്രാർത്ഥിച്ചാൽ കുഞ്ഞുങ്ങളാണ് അനുഗ്രഹിക്കുന്നത്. നമുക്ക് അവരോട് എല്ലായിടത്തും പോകാൻ പറ്റുന്നത്. എപ്പോഴും അവരെ നിയന്ത്രിക്കാൻ കർത്താവിന്റെ കയ്യിലാണ് ഏൽപ്പിക്കും. ഞാനൊരു എൻ്റെ മോള് പൂനെയിലാണ് പഠിക്കുന്നത്. അവൾ ഇവിടുന്ന് പോകുന്നത് രാത്രി 11:30-ക്കാണ് എറണാകുളത്ത് നിന്ന് പൂനെയായിട്ട് പോയത്. ഇവിടുന്ന് വൈകുന്നേരം 8 മണിക്ക് ചെങ്ങന്നൂർ ബസ് ട്രെയിനെ കയറ്റി പോകും. എക്സിക്യൂട്ടീവ് എവിടെയെങ്കിലും പർവ്വത്തോ അല്ല ചെന്ന് പിടിച്ചിട്ട് പോയി 1/2 മണിക്കൂർ പോകാൻ താമസം. ട്രെയിനിലെ രാത്രി യാത്ര. കൂടെ കൂട്ടുകാർക്കുണ്ട്. തന്നെ എങ്ങനെ വിടും? പോലീസുകാരനൊക്കെ അവിടെ കമ്പാർട്ട്മെന്റ് ഒക്കെ സത്യത്തിൽ പ്രാർത്ഥിച്ച് ചെയ്തിട്ട് വിടും. രാത്രി 10:30 ആകുമ്പോഴത്തേക്ക് അനിയില്ല അവിടുന്ന് പെട്ടി ഒന്ന് നോക്കി അള്ളിക്കൂടെ കയറി അടുത്ത പ്ലാറ്റ്ഫോമിൽ ചെന്ന് ഈ വണ്ടിയെ കയറി ഇരുന്ന് കുറച്ച് ഉറങ്ങുമ്പോഴത്തേക്ക് വിളിക്കും. ഞാൻ എപ്പോഴും വിചാരിക്കും കർത്താവ് 6:30 എന്റെ ദൂതന്മാരാൽ കാവൽ ചെയ്യും. എനിക്ക് കൂടെ പോകാനും എറണാകുളത്ത് നിന്ന് വണ്ടി കയറ്റി വിട്ടിട്ട് രാത്രി തിരിച്ചു വരാനും ഒന്നും പറ്റത്തില്ല. പലപ്പോഴും സമയം കിട്ടത്തില്ല. റെയിൽവേ സ്റ്റേഷൻ ഇവരെ കൊണ്ടുവിടാൻ പോലും പറ്റത്തില്ല. പക്ഷെ ദൈവം കാവൽ ചെയ്യും. നമ്മൾ അങ്ങനെ ഒരു പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറണം. ഞാനത്